രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ചിത്രമാണ് നരസിംഹം. മോഹൻലാൽ നായകനായി ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമാവുകയും ഇൻഡസ്ട്രിയിൽ ഹിറ്റായി മാറുകയും ചെയ്തു. മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കൊമേഴ്സ്യൽ സിനിമയാണ് നരസിംഹം. അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രമായി മമ്മൂട്ടിയും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിന്റെ വലങ്കയായ ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയകുമാർ ആയിരുന്നു. മോഹൻലാലിന്റെ ഇൻട്രോക്ക് മുമ്പുള്ള പഞ്ച് ഡയലോഗ് പറഞ്ഞത് വിജയകുമാർ ആയിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് വിജയകുമാർ. 3 ദിവസം കൊണ്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തതെന്നും അത്രയും ക്രൗഡുള്ള സിനിമ അതിനു മുമ്പ് താൻ കണ്ടിട്ടില്ലെന്നും വിജയകുമാർ പറഞ്ഞു. രജനീകാന്തിന്റെ ഹിറ്റ് സിനിമയായ പടയപ്പയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഷാജി കൈലാസ് ആ സിനിമ ചെയ്തതെന്ന് വിജയകുമാർ കൂട്ടിച്ചേർത്തു. പടയപ്പയുടെ ഹാങ് ഓവർ മലയാളത്തിനും കത്തി നിൽക്കുന്ന സമയത്താണ് അതുപോലൊരു സിനിമ ചെയ്യാൻ ഷാജി കൈലാസ് തീരുമാനിച്ചതെന്ന് വിജയകുമാർ പറഞ്ഞു. ക്ലബ് FM-നോട് സംസാരിക്കുകയായിരുന്നു വിജയകുമാർ. നരസിംഹത്തിലെ ആ ഇൻട്രോ സീൻ 3 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. മഴ കാരണമാണ് അത്രയും ദിവസം എടുത്തത്. ദാ കാണ് എന്ന് പറയുമ്പോൾ വലിയൊരു ക്രൗഡാണ് കാണുന്നത്. അതിന്റെ അടുത്ത് ഒരു സിംഹത്തിനെയും ഷാജി സാർ ഏർപ്പാടാക്കിയിരുന്നു. അത്രയും ആളുകൾ ഒന്നിച്ചു വരുന്ന സീൻ അതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. ഷാജി സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പടയപ്പ കണ്ട് ഇൻസ്പയർഡ് ആണ് നരസിംഹം ചെയ്തതെന്ന്. പടയപ്പ പോലെ ആദ്യാവസാനം നായകന്റെ മാസ് ഷോ ഉള്ള സിനിമ അതിനു മുമ്പ് മലയാളത്തിൽ വന്നിട്ടില്ല. മലയാളത്തിലും പടയപ്പയുടെ ഫീവർ കത്തി നിൽക്കുന്ന സമയത്താണ് ഷാജി സാർ നരസിംഹം ചെയ്തത്. മലയാള സിനിമ അതുവരെ കാണാത്ത വലിയ വിജയമായി നരസിംഹം മാറി. ഇന്നും ആ സീനിനെ ആഘോഷിക്കുന്ന ആളുകളുണ്ട്, വിജയകുമാർ പറഞ്ഞു.